കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2015 സേ എക്സാമിന് വന്നൊരു ക്വസ്റ്റ്യനാണ്. ദ ഫോളോയിങ് ഫിഗർ ഷോസ് എ കാർബൺ റെസിസ്റ്റർ, ഫൈൻഡ് ഇറ്റ്സ് വാല്യൂ യൂസിങ് കളർ കോഡ് ഉപയോഗിച്ച് തന്നിരിക്കുന്ന റെസിസ്റ്ററിൻ്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ബ്ലൂ, റെഡ്, ഗ്രീൻ, സിൽവർ ഇതാണ് തന്നിരിക്കുന്ന കളേഴ്സ്. അപ്പോൾ നമുക്ക് ബ്ലൂവിൻ്റെ വാല്യൂ 6, റെഡിൻ്റെ വാല്യൂ 2, അതുപോലെ ഗ്രീൻ 10ൻ്റെ പവറായിട്ട് വന്നിരിക്കുന്നു 10⁵5. സിൽവർ അതിൻ്റെ ടോളറൻസ് ആണ് 10%. അപ്പോൾ നമുക്ക് കിട്ടും 62 × 10⁵5 ±10% ഓഫ്. ഇതാണ് തന്നിരിക്കുന്ന റെസിസ്റ്ററിൻ്റെ വാല്യൂ. 2014 മാർച്ചിലെ ക്വസ്റ്റ്യനാണ്. ഡയമെൻഷൻ ഓഫ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ് ആൽഫ ഈസ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ് ഓഫ് റെസിസ്റ്റൻസ്. അതിൻ്റെ ഡയമെൻഷൻ ടെമ്പറേച്ചറാണ്. ടെമ്പറേച്ചറിൻ്റെ ഡയമെൻഷൻ കെ ആണെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ k⁻⁻1. Voltage current variation of two metallic wires X and Y at constant temperature are shown in figure. Assuming that the wires have same length and same diameter, explain which of the wires will have larger resistivity. രണ്ട് റെസിസ്റ്ററുകളുടെ കറണ്ട് വോൾട്ടേജ് ഗ്രാഫാണ് ഇവിടെ തന്നിരിക്കുന്നത്. എക്സ് എന്ന് പറയുന്നൊരു മെറ്റീരിയൽ, അതുപോലെ വൈ എന്ന് പറയുന്നൊരു മെറ്റീരിയൽ. ഈ ഗ്രാഫിൽ നിന്ന് ഏത് വയറിനാണ് റെസിസ്റ്റിവിറ്റി കൂടുതലെന്ന് കണ്ടുപിടിക്കണം. വോൾട്ടേജ് സെയിം ആയിരിക്കുമ്പോൾ ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ റെസിസ്റ്റർ എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ വൈ. നോക്കുക, കോൺസ്റ്റൻറ്റ് വോൾട്ടേജിൽ ഇവിടെ എക്സ് എന്ന് പറയുന്ന വയറിൻ്റെ കറണ്ട് കൂടുതലാണ്. വോൾട്ടേജ് സെയിം ആണ്. രണ്ട് സെയിം വോൾട്ടേജിൽ കറണ്ട് കൂടുതൽ ഫ്ലോ ചെയ്യുന്നത് എക്സ് എന്ന് പറയുന്ന വയറിലൂടെയാണ്. സോ റെസിസ്റ്റൻസ് ഓഫ് എക്സ് ഈസ് സ്മോളർ ദാൻ വൈ. കൂടുതൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം റെസിസ്റ്റൻസ് കുറവാണെന്നാണ്. അതുകൊണ്ട് എക്സിന് വൈയേക്കാട്ടിനും റെസിസ്റ്റൻസ് കുറവായിരിക്കും. therefore the material phi has greater resistivity. അപ്പോൾ റെസിസ്റ്റിവിറ്റി കൂടുതലുള്ള പദാർത്ഥം വൈ ആണ്. റെസിസ്റ്റിവിറ്റി കൂടുതലുള്ളതിലൂടെ കുറച്ച് കറണ്ടേ കടന്നു പോവുകയുള്ളൂ. റെസിസ്റ്റൻസ് കുറവുള്ളത് കറണ്ടിനെ കൂടുതൽ കടത്തിവിടും. അപ്പോൾ ഏതിലൂടെയാണോ കറണ്ട് കൂടുതൽ കടന്നു പോകുന്നത് അതിന് റെസിസ്റ്റൻസ് കുറവായിരിക്കും. അപ്പോൾ ദ ആൻസർ ഈസ് വൈ. What happens to the balancing length when the cells in primary and secondary are interchanged? പ്രൈമറി സർക്യൂട്ടും സെക്കൻഡറി സർക്യൂട്ടും നമ്മൾ പഠിച്ചിട്ടുണ്ട് പൊട്ടൻഷ്യോമീറ്ററിൽ. പ്രൈമറി സർക്യൂട്ടിലെയും സെക്കൻഡറി സർക്യൂട്ടിലെയും സെല്ലുകൾ ഇൻ്റർചേഞ്ച് ചെയ്താൽ ബാലൻസിങ് ലെങ്തിന് എന്ത് സംഭവിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ബാലൻസിങ് ലെങ്ത് ലഭിക്കാനുള്ള ഒരു നെസസറി കണ്ടീഷൻ, അല്ലെങ്കിൽ പൊട്ടൻഷ്യോമീറ്റർ വർക്ക് ചെയ്യാനുള്ള ഒരു നെസസറി കണ്ടീഷൻ എന്ന് പറയുന്നത് EMF ഓഫ് പ്രൈമറി സെൽ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ EMF ഓഫ് സെൽ ഇൻ ദ സെക്കൻഡറി. അപ്പം പ്രൈമറിയിലെ EMF കൂടുതലും സെക്കൻഡറിയിലെ EMF അതിൽ കുറവുമാണെങ്കിൽ മാത്രമേ പൊട്ടൻഷ്യോമീറ്റർ വർക്ക് ചെയ്യുകയുള്ളൂ. അപ്പോൾ നേരെ തിരിച്ച് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വിൽ നോട്ട് ഗെറ്റ് എ ബാലൻസിങ് പോയിന്റ്, അല്ലെങ്കിൽ പൊട്ടൻഷ്യോമീറ്റർ വർക്ക് ചെയ്യുകയില്ല, നമുക്ക് ബാലൻസിങ് ലെങ്ത് ലഭിക്കുന്നില്ല. What happens to the terminal voltage of the cell when it sends a current through the external circuit? കറണ്ട് എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് ഫ്ലോ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ടെർമിനൽ വോൾട്ടേജിന് എന്ത് സംഭവിക്കും? ടെർമിനൽ വോൾട്ടേജ് ഡിക്രീസ് ചെയ്യും. Find the number of electrons per second constituting a current of 1 microampere. കറണ്ട് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. I is equal to charge by time. I is equal to Q by T, charge by time. അതുപോലെ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. Q is equal to N into E,
E എന്ന് പറയുന്നത് ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ, n ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം I is equal to NE divided by T. ഇതിൽ നിന്ന് നമുക്ക് n ലഭിക്കും. n is equal to I into T divided by E. ഇവിടെ പറഞ്ഞിട്ടുണ്ട് 1 മൈക്രോ ആംപിയർ കറണ്ടാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം മൈക്രോ എന്ന് പറയുന്നത് 10⁻⁻6 ആണ്. 10⁻⁻6 ഇൻറ്റു ഇവിടെ ടൈം പെർ സെക്കൻഡ് യൂണിറ്റ് ടൈമിലാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് ടൈമിൻ്റെ വാല്യൂ 1 ആണ്. 10⁻⁻6 ഇൻറ്റു 1 ഡിവൈഡ് ബൈ ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ 1.6 ഇൻറ്റു 10⁻⁻19. നമുക്കിതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 6.25 ഇൻറ്റു 10⁻12 എന്ന് ലഭിക്കും. 6.25 ഇൻറ്റു 10⁻12 ഇലക്ട്രോൺസ് ആണ് ഒരു സെക്കൻഡിൽ 1 മൈക്രോ ആംപിയർ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടത്. VI graph of series and parallel combination of two metallic resistors are shown. Which graph represents parallel combination? രണ്ട് മെറ്റാലിക് റെസിസ്റ്റേഴ്സിൻ്റെ സീരീസ് കോമ്പിനേഷനിലും പാരലൽ കോമ്പിനേഷനിലുമുള്ള VI ഗ്രാഫാണ് ഇവിടെ തന്നിരിക്കുന്നത്. എയും ബിയും. ഇതിനകത്ത് ഏത് ഗ്രാഫാണ് പാരലൽ കോമ്പിനേഷനെ സൂചിപ്പിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ട് റെസിസ്റ്ററും സെയിം ആണ്. ഒരേ റെസിസ്റ്ററുകൾ തന്നെ പാരലലായിട്ടും സീരീസ് ആയിട്ടും കണക്ട് ചെയ്യുമ്പോൾ ലഭിക്കുന്ന VI ഗ്രാഫാണ് തന്നിരിക്കുന്നത്. ഫോർ എ ഗിവൺ വോൾട്ടേജ് കറണ്ട് ഈസ് ഗ്രേറ്റർ ഇൻ ബി ഗ്രാഫ് നോക്കുക. സെയിം വോൾട്ടേജിൽ ഒരേ വോൾട്ടേജിൽ ബി എന്ന് പറയുന്ന മെറ്റീരിയൽ അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന ഗ്രാഫിലാണ് കറണ്ട് കൂടുതൽ. ബി എന്ന് പറയുന്ന ഗ്രാഫിലാണ് കറണ്ട് കൂടുതൽ. കറണ്ട് കൂടുതലാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൽ റെസിസ്റ്റൻസ് കുറവാണ്. അപ്പോൾ റെസിസ്റ്റൻസ് കുറവുള്ള കോമ്പിനേഷൻ ബി ആണ്. റെസിസ്റ്റൻസ് കുറവുള്ള കോമ്പിനേഷൻ ബി ആണ്. ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കുറവുള്ളത് പാരലൽ കോമ്പിനേഷനിലാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈസ് ലോ ഇൻ പാരലൽ കോമ്പിനേഷൻ. അങ്ങനെയെങ്കിൽ ബി റെപ്രസെൻറ്റ്സ് പാരലൽ കോമ്പിനേഷൻ. ബി ആണ് പാരലൽ കോമ്പിനേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നമ്മൾ പറയാം സീരീസ് കോമ്പിനേഷനിലും പാരലൽ കോമ്പിനേഷനിലുമുള്ള VI ഗ്രാഫാണ് തന്നിരിക്കുന്നത്. ഒരേ വോൾട്ടേജിൽ കറണ്ട് കൂടുതൽ ഫ്ലോ ചെയ്യുന്ന ഗ്രാഫ്, കറണ്ട് കൂടുതലുള്ളത് ബി എന്ന് പറയുന്ന ഗ്രാഫിലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് കൂടുതലാണെങ്കിൽ അതിൻ്റെ അർത്ഥം റെസിസ്റ്റൻസ് കുറവാണ്. റെസിസ്റ്റൻസ് കുറവുള്ള കോമ്പിനേഷൻ പാരലൽ കോമ്പിനേഷനാണ്. അതുകൊണ്ട് ബി ആണ് പാരലൽ കോമ്പിനേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. കിർച്ചോഫ്സ് ലോയാണ്. ഇവിടെ പല ജംഗ്ഷനുകൾ തന്നിരിക്കുന്നു. ഇവയിലൂടെ കടന്നു പോകുന്ന കറണ്ട് ഈ ജംഗ്ഷനിലേക്ക് വന്നു ചേരുന്നു. എൻ്ററിങ് ആൻഡ് ലീവിങ് ഫ്രം ദ ജംഗ്ഷൻ. ഇതെല്ലാം ഫിഗറിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ I1, I2, I3 ഇങ്ങനെ 3 കറണ്ടുകളാണുള്ളത്. ഇവയുടെ വാല്യൂസ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കാം. ആദ്യം 3 ആംപിയറും 2 ആംപിയറും ഈ ജംഗ്ഷനിൽ എത്തിച്ചേരുന്നു. നമുക്കറിയാം വന്നു ചേരുകയാണെങ്കിൽ നമ്മളതിനെ പ്ലസ് ചെയ്യും. അതുപോലെ തന്നെ അവിടുന്ന് ലീവ് ചെയ്യുകയാണെങ്കിൽ മൈനസ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കാം 3 ആംപിയറും 2 ആംപിയറും ഈ ജംഗ്ഷനിലേക്ക് വന്നു ചേരുകയാണ്. അത് തമ്മിൽ കൂടി ചേർന്നുണ്ടാകുന്ന കറണ്ടാണ് I1. അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ എഴുതാം I1 is equal to 3 ആംപിയർ പ്ലസ് 2 ആംപിയർ is equal to 5 ആംപിയർ. അപ്പോൾ I1ൻ്റെ വാല്യൂ നമുക്ക് 5 ആംപിയർ എന്ന് ലഭിച്ചു. ഈ I1 ഈ ജംഗ്ഷനിൽ എത്തിക്കഴിയുമ്പോൾ അതിൽ നിന്ന് 1 ആംപിയർ പുറത്തേക്ക് പോകുന്നു. 1 ആംപിയർ ഈ സർക്യൂട്ടിൽ നിന്ന് പുറത്തേക്ക് ലീവ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നോക്കാം വന്നിരിക്കുന്ന കറണ്ട് 5 ആംപിയർ ആണ്. അതിൽ നിന്ന് 1 ആംപിയർ പുറത്തേക്ക് പോയി. അപ്പോൾ നമുക്ക് ലഭിക്കുന്നത് 4 ആംപിയർ ആണുള്ളത്. അപ്പോൾ I2ൻ്റെ വാല്യൂ നമുക്ക് 4 ആംപിയർ എന്ന് ലഭിക്കും. നോക്കുക I1 എന്ന് പറയുന്നത് 5 ആംപിയർ ആണ്. അതിൽ നിന്ന് 1 ആംപിയർ പോയി. പിന്നെ ഉള്ളത് 4 ആംപിയർ. അപ്പോൾ I2ൻ്റെ വാല്യൂ 4 ആംപിയർ ആണ്. 4 ആംപിയർ ഇവിടെ എത്തിക്കഴിയുമ്പോൾ അവിടെ നിന്ന് 2 കറണ്ടുകളാണ് പുറത്തേക്ക് പോകുന്നത്. 1 ആംപിയറും 1 ആംപിയറും രണ്ടും വീണ്ടും അവിടെ നിന്ന് ആ ജംഗ്ഷനിൽ നിന്ന് ലീവ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന 4 ആംപിയർ മൈനസ് 1 ആംപിയർ മൈനസ് 1 ആംപിയർ. 4 ആംപിയറിൽ നിന്ന് 2 ആംപിയർ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ലഭിക്കും 2 ആംപിയർ. അപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് I1 is equal to 5 ആംപിയർ, I2 is equal to 4 ആംപിയർ, I3 is equal to 2 ആംപിയർ. When two resistors are connected in series, the effective resistance is 7 ohm. രണ്ട് റെസിസ്റ്ററുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് 7 ഓമും
When they are connected in parallel, the effective resistance is 12/7 ohm എന്ന് ലഭിക്കും. Find individual resistance. രണ്ട് റെസിസ്റ്ററുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ 7 ഓമും പാരലലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ 12/7 ഓമും ലഭിക്കുന്നു. അങ്ങനെയെങ്കിൽ ആ രണ്ട് റെസിസ്റ്ററുകളുടെയും വാല്യൂസ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സീരീസ് കോമ്പിനേഷനിൽ നമുക്കറിയാം R1 + R2 ആണ് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണുന്നത്. R1 + R2ന്റെ വാല്യൂ നമുക്ക് 7 ഓം ലഭിക്കുന്നു. അതുപോലെ പാരലൽ കോമ്പിനേഷനിൽ നമുക്കറിയാം 1/R1 + 1/R2 ആണ്. അതിന്റെ വാല്യൂ നമുക്ക് 12/7 ഓം ലഭിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1/R1 + 1/R2 ഇതിനെ നമ്മൾ സിംപ്ലിഫൈ LCM എടുത്ത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും R1 × R2 / R1 + R2. അതാണ് അതിന്റെ വാല്യൂ ആണ് നമുക്ക് ഇവിടെ 12/7 എന്ന് ലഭിച്ചിരിക്കുന്നത്. R1 × R2 / R1 + R2ന്റെ വാല്യൂ ആണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് 12/7 എന്ന് ലഭിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ R1 × R2 എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇവിടെ നിന്ന് R1 × R2 എന്ന് പറയുമ്പോൾ ഈ R1 × R2 നമ്മൾ ഇവിടെ വരും. R1 × R2ന്റെ വാല്യൂ നമുക്ക് 7 നമുക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും R1 × R2 R1 + R2ന്റെ വാല്യൂ നമുക്ക് 7 ലഭിച്ചിട്ടുണ്ട്. ഈ R1 + R2 ഇവിടെ വരുമ്പോൾ 7 ലഭിക്കും. അപ്പം R1 × R2 = 12/7 × 7. ഈ 7 വന്നിരിക്കുന്നത് R1 + R2ന്റെ വാല്യൂ ഇവിടെ എത്തുന്നതാണ്. ദാറ്റ് ഈസ് R1 + R2ന്റെ വാല്യൂ നമുക്ക് ഈ ഇക്വേഷൻ നോക്കാം. R1 × R2 നമുക്ക് 7 7 ക്യാൻസൽ ആയി കഴിഞ്ഞാൽ R1 × R2 എന്ന് പറയുന്നത് 12 എന്ന് ലഭിക്കും. R1 × R2 = 12 ഓം എന്ന് ലഭിക്കും. R1 + R2 7 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. R1 + R2 7 ആണ്. R1 × R2 12 ആണ്. അതായത് ആഡ് ചെയ്യുമ്പോൾ 7 ലഭിക്കണം, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12 ലഭിക്കണം. ആഡ് ചെയ്യുമ്പോൾ 7ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12ഉം വരുന്നത് 4ഉം 3ഉം ആണ്. 4 + 3 = 7. 4 × 3 = 12. Therefore, the values of resistance തന്നിരിക്കുന്ന റെസിസ്റ്റൻസുകളുടെ വാല്യൂ 4 ഓമും 3 ഓമും ആയി. ഇതൊന്ന് എഴുതി നോക്കണം. സീരീസ് കോമ്പിനേഷനിലും പാരലൽ കോമ്പിനേഷനിലുമുള്ള ഇഫക്റ്റീവ് റെസിസ്റ്റൻസുകളുടെ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഒന്ന് എഴുതി നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർ ആകും. Ten cells of EMF 1 volt and internal resistance 0.1 ohm are joined in series to provide a supply to a resistance of 10 ohm. Find the current through the circuit. Also find the voltage across the external resistance. ഇവിടെ നമുക്ക് 10 സെല്ലുകൾ തന്നിട്ടുണ്ട്. ഓരോ സെല്ലിൻ്റെയും EMF 1 വോൾട്ട് ആണ്. അതിൻ്റെ എല്ലാം ഇന്റേണൽ റെസിസ്റ്റൻസ് 0.01 ഓം ആണ്. ഇന്റേണൽ റെസിസ്റ്റൻസ് 0.01 ഓം, EMF 1 വോൾട്ടുമുള്ള 10 സെൽസ് തന്നിരിക്കുന്നു. അവയെ നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ടു എ റെസിസ്റ്റൻസ് ഓഫ് 10 ഓം. റെസിസ്റ്റൻസ് 10 ഓമുള്ള ഒരു സപ്ലൈയിലേക്കാണ് നമ്മൾ സീരീസ് ആയിട്ട് ഇവയെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഫൈൻഡ് ദ കറണ്ട് ത്രൂ ദ സർക്യൂട്ട്. സർക്യൂട്ടിലോട്ടുള്ള കറണ്ട് കണ്ടുപിടിക്കണം. അതുപോലെ വോൾട്ടേജ് അക്രോസ് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ്. നമുക്ക് എക്സ്റ്റേണലായിട്ട് റെസിസ്റ്റൻസ് 10 ഓം എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എത്രയെന്ന് നമുക്ക് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കറണ്ട് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. I = NE. N സെല്ലുകൾ വരുന്ന കേസിൽ IE / NR + ക്യാപിറ്റൽ R. ക്യാപിറ്റൽ E എന്ന് പറയുന്നത് EMF, സ്മോൾ r എന്ന് പറയുന്നത് ഇന്റേണൽ റെസിസ്റ്റൻസ്, എക്സ്റ്റേണൽ റെസിസ്റ്റർ കണക്ട് ചെയ്തിരിക്കുന്നതാണ് ക്യാപിറ്റൽ R. N എന്ന് പറയുന്നത് സെല്ലുകളുടെ എണ്ണം. നമുക്ക് ഇങ്ങനെ കിട്ടും 10 × 1. EMF 1 ആണ്. അതുകൊണ്ട് 10 സെല്ലുകൾ ഉണ്ട്. 10 × 1 / 10 × 0.01. ഇന്റേണൽ റെസിസ്റ്റൻസ് 0.01 ആണ്. പ്ലസ് ക്യാപിറ്റൽ R എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിരിക്കുന്നത് 10 ഓം ആണ്. അപ്പോൾ നമുക്കിങ്ങനെ കിട്ടും 10 × 1 / 10 × 0.01 + 10. നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 10 / 10.1 0.99 ആംപിയർ എന്നാണ് നമുക്ക് കറണ്ടിൻ്റെ വാല്യൂ ലഭിക്കുന്നത്. കറണ്ടിൻ്റെ വാല്യൂ 0.99 ആംപിയർ എന്ന് നമുക്ക് ലഭിക്കും. വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റർ. വോൾട്ടേജ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. V = I × R ആണ്. V = I × R ആണ്. ഐയുടെ വാല്യൂ നമുക്ക് ലഭിച്ചു 0.99 ലഭിച്ചു. ഇൻറ്റു എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ടുള്ളത് 10 ആണ്. 0.99 × 10 അപ്പോൾ 9.9 വോൾട്ട് എന്ന് ലഭിക്കും. വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റർ ഈസ് 9.9 വോൾട്ട്.